നൽകിയ വാഗ്ദാനങ്ങൾ 95% നിറവേറ്റിയ ശേഷമാണ് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുമുന്നണി പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ നേട്ടം ആ 10 വർഷത്തെ കാലയളവിലേക്ക് മാത്രം വിലയിരുത്തിയാൽ പോരാ. മാറുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഒരു നോളജ് ബേസ്ഡ് എക്കോണമി എന്ന രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. നമ്മൾ അന്വേഷിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹാരം കാണണം. ചിലത് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വികസനവും അതോടൊപ്പം തന്നെ സാമൂഹ്യ ക്ഷേമവും കൂടി ഒരുമിച്ച് കൊണ്ടുപോയ സർക്കാരാണ്. പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാണ്. അത് തീർച്ചയായും ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും. വേണ്ടി പോകുന്ന തൊഴിൽ എങ്ങനെയായിരിക്കുമെന്നൊന്നും നിർവചിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് പല പഠനങ്ങളും പറയുന്നത് 2030 ആകുമ്പോഴേക്കും ലോകത്തിൽ വരാൻ വേണ്ടി പോകുന്ന തൊഴിലിൻ്റെ 40% ഏത് രീതിയിലാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ കേവലം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല എന്ന ആവശ്യം. വ്യത്യസ്തമായ സ്കിൽസാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. നല്ല യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ തന്നെ പഠന നിലവാരം ആ രീതിയിൽ ഉയർത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ സർക്കാർ 2014 അധികാരത്തിൽ വരുമ്പോൾ കേവലം 700 സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നത് 8,000-ഓളമായി. 10,000-കണക്കിന് ചെറുപ്പക്കാർ അവിടെ ജോലി എടുക്കുന്നു. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലാണ് തുടങ്ങുക. പിന്നെ അത് വികസിച്ച് വന്നു കഴിഞ്ഞാൽ 100-കണക്കിന് 1000-കണക്കിന് ആൾക്കാർക്ക് അവിടെ തൊഴിൽ ലഭിക്കും. അപ്പം അതിന് വേണ്ട സാഹചര്യം ഒരുക്കുക. അങ്ങനെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഭാവി അവർക്ക് ആത്മവിശ്വാസം എടുക്കുന്ന രീതിയിൽ കേരളത്തെ നയിക്കുക എന്നുള്ളതാണ്. അപ്പം 5-10 വർഷമല്ല, ഇനി 10-15 വർഷം കഴിഞ്ഞാൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് LDF ഗവൺമെൻറ്റുണ്ട്, മുന്നണിക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞാൽ കേരളം കേവലം പ്രായം കൂടിയവരുടെ നാടായി മാറും. അപ്പോൾ ഇവിടെ തന്നെ അവസരം ഉണ്ടാക്കണം, ഇവിടെ തന്നെ അതിന് പറ്റിയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഭാവി തലമുറയുടെ അവരുടെ ഭാവി നമുക്ക് സുരക്ഷിതമാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ MLA ആയിരുന്നു. ആ സമയത്തൊരു ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ആശ്രയിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. ഇതൊരു ആശ്രയം കൂടാതെ നല്ല ചികിത്സ സർക്കാർ മേഖലയിലൂടെ ലഭ്യമാണ്. കാരണം അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കം ആ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആ മേഖലയിൽ സാധിച്ചിട്ടുണ്ട്. PHCയിലെ ഏകദേശം എല്ലാ PHCയും ഇപ്പം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ ഏകദേശം എല്ലാ ദിവസവും എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഫോൺ വരാറുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, ആസ്പത്രിയിലാണ്, സ്വകാര്യ ആസ്പത്രിയിലാണ്, വലിയ ബില്ല് വരുന്നു, നമ്മൾ സംസാരിച്ചൊന്ന് കുറച്ച് തരാൻ പറ്റുമോ? ഇപ്പം എനിക്ക് അങ്ങനത്തെ ഫോൺ വരുന്നേ ഇല്ല. ഞാൻ അങ്ങനെ അത്ഭുതപ്പെടും, എന്തായിരിക്കും ഫോൺ വരാത്തത്. എൻ്റെ ഓഫീസിലും അത്തരത്തിലുള്ള ഫോണുകൾ ഇപ്പോൾ വരുന്നതിൽ നിന്നും എന്താ കാരണം? സർക്കാർ മേഖലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി. ആ സമയത്ത് തന്നെ ആ മേഖലയിൽ ധാരാളം കേന്ദ്ര ഫണ്ട് നമുക്ക് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. അത് ലഭ്യമാവുന്നില്ല. പക്ഷെ അതൊന്നും ഒരു തടസ്സമായി നിൽക്കുന്നില്ല. ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1,10,000 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ആസ്പത്രികൾ നവീകരിച്ചു. സ്കൂളുകൾ പണ്ടൊക്കെ ചെറിയ MLA ഫണ്ട്, MP ഫണ്ട് മാത്രമേ സ്കൂളുകൾ കിട്ടുള്ളൂ. ഇന്നതല്ല, വലിയ നിലവാരത്തേക്ക് സ്കൂളുകൾ ഉയർത്താൻ വേണ്ടി സാധിച്ചു. അത് കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. 100 കണക്കിന് സ്കൂളുകൾ ആ രീതിയിൽ നവീകരിച്ചുകൂടെ. അവിടെയും ധാരാളം ഫണ്ട് 2,000 കോടിയോ 3,000 കോടി രൂപയോ കേന്ദ്രത്തിൻ്റെ കിട്ടാറുണ്ട്. അത് നൽകുന്നില്ല. ഇത് കണ്ടാക്കുന്നത് BJPയുടെ ഓഫീസിൽ നിന്ന് നൽകുന്ന പണം എന്നാണ് തോന്നുന്നത്. അത് നമ്മളുടെ അവകാശമാണ്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അവകാശമാണത്.
കാരണം നികുതി പണം നമ്മളെല്ലാവരും നൽകുന്ന നികുതി പണം, പ്രത്യക്ഷമായും പരോക്ഷമായും നികുതി നൽകുന്നവരാണ്. അതിൻ്റെ വീതമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ വിവിധ ഗവൺമെൻറ് സ്കീമുകളുടെ, സെൻട്രൽ സ്കീമുകളുടെ പണം നമുക്ക് ലഭ്യമല്ല. ഹൈവേയുടെ നിർമ്മാണം ഏകദേശം 5500 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാനം നൽകി. ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തും അങ്ങനെ സംഭവിക്കും. അപ്പോൾ കിഫ്ബിയുടെ പേരിലെടുത്ത പണം മുഴുവൻ കേരളത്തിലെ കടമായി കണക്കൂട്ടി കടമെടുപ്പിൻ്റെ പരിധിയോട് കുറച്ചു. ഈ പരിമിതികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് നിശ്ചയദാർഢ്യം വേണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അത് പ്രകാശ് കാരാട്ട് സഖാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാം. ഇവിടെ അദ്ദേഹത്തെ സ്വാഗതം പറയേണ്ടിയിരുന്ന അവിടെ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഏകദേശം 292 ആൾക്കാർ മരിച്ചു, 100 കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായി. അവിടെ സർക്കാർ ചെയ്തത് എന്താ? 5 മന്ത്രിമാരവിടെ നിയോഗിച്ചു. അവരവിടെ താമസിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, മരിച്ചുപോയാൽ നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ല, പക്ഷേ അവർ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാനാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു. പ്രധാനമന്ത്രി വന്ന് പലതും വാഗ്ദാനം ചെയ്ത് ഒന്നും നൽകിയില്ല. 350 കോടി രൂപയുടെ കടം നൽകി 50 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ടത്. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ട് പോലും മറ്റുള്ള സംസ്ഥാനങ്ങൾ നൽകിയ ഒരു തരത്തിലുള്ള പരിഗണന കേരളത്തിൽ നൽകിയില്ല. രാഷ്ട്രീയമാണ്. അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ വീടെടുത്ത് കൊടുത്ത് വാടകയ്ക്ക് ദിവസം അവർക്ക് പണം നൽകി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കി. അതുപോലെ തന്നെ ടൗൺഷിപ്പ് പണിയുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. കാരണം കേരളത്തിൽ സാധാരണ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. 2011 വയനാട്ടിലെല്ലാവരും കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത്. അപ്പം ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഞങ്ങളുടെ ട്രസ്റ്റ് 50 ഏക്കർ സ്ഥലം സൗജന്യമായി നൽകാൻ വേണ്ടി തീരുമാനിച്ചു. സൗജന്യമായിട്ട് ഒരു പ്രതിഫലവുമില്ല. അത് ഏറ്റെടുപ്പിക്കാൻ വേണ്ടി 3 വർഷം അതിൻ്റെ പുറകെ നടന്ന ആളായിരുന്നു. ഇത് ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ ജന്മഭൂമി 50 ഏക്കർ സർക്കാരിന് സൗജന്യമായി നൽകുന്നത് ഏറ്റെടുക്കാൻ വേണ്ടി 3-3.5 വർഷം അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. ആ ഒരു സംവിധാനം മാറ്റിക്കൊണ്ട് അതിനുശേഷമാണ് ചന്ദ്രേട്ടൻ റവന്യൂ മന്ത്രിയായത്. നമുക്കറിയാം, പുത്തുമല ദുരന്തമുണ്ടായപ്പോൾ 7 ഏക്കർ ഭൂമി ഞങ്ങൾ മേടിച്ചു നൽകി. അന്നും ഭൂമി എടുക്കാൻ പ്രയാസമാണ്. ഇത്തരത്തിൽ ടൗൺഷിപ്പിനെ കുറിച്ച് അന്ന് പറഞ്ഞപ്പോൾ ഞാനടക്കം വിചാരിച്ചു ഇതൊരു പ്രഖ്യാപനം മാത്രമായിരിക്കുമെന്ന്. പക്ഷെ കൽപ്പറ്റ ടൗണിൽ 150 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകൾ നിർമ്മിച്ച് ഇന്നിപ്പം ഞാൻ മിഞ്ഞാന്ന് പോയപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കും. അവിടെ 100 കണക്കിന് ആൾക്കാർ ബസ്സിൽ വന്ന് ഇറങ്ങുക.